ഹായ് അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് റവ ഉപ്മാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാർക്കൊക്കെ ഈ ഒരു റെസിപ്പി അറിയാം. നമ്മൾ സാധാരണ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ തയ്യാറാക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഉപ്മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് അതുപോലെ തന്നെ നല്ല ഫ്ലഫി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. നമുക്ക് തിരക്ക് പിടിച്ച ദിവസങ്ങളിലും അതുപോലെ തന്നെ ബാച്ചിലേഴ്സിനൊക്കെ തയ്യാറാക്കാൻ പറ്റുന്ന വളരെ സിമ്പിൾ റെസിപ്പിയാണ്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. റവ ഉപ്മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1.5 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിൽ പാത്രം വെച്ചിട്ടുണ്ട്. അത് ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് റവ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഫ്ലെയിം മീഡിയത്തിൽ ഇട്ടിട്ടൊന്ന് വറുത്ത് കൊടുക്കുക. റവ നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം നമുക്ക് ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ കയ്യിൽ വറുത്ത റവയാണുള്ളതെങ്കിലും ഒന്ന് ചൂടാക്കി എടുക്കണം. 1 മിനിറ്റോളം, 1 അല്ലെങ്കിൽ 2 മിനിറ്റൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുന്നത് നല്ലതാണ്. ഇതിന് ഒരു 5 മിനിറ്റോളം തന്നെ നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇതിൻ്റെ കളറ് മാറാതെ ശ്രദ്ധിക്കണം. കളറ് മാറിക്കഴിഞ്ഞാൽ നമ്മുടെ ഉപ്മാവിൻ്റെ കളറും മാറും. ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. പിന്നെ ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ ഇത് നല്ലപോലെ വറുത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്മെല്ല് വരും. അപ്പോൾ അതുവരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. നമ്മൾ കുറച്ച് നേരം ഒന്ന് ഇളക്കാതെ ഇരുന്നാൽ പെട്ടെന്ന് അടിയിൽ പിടിക്കും, റവയുടെ കളറ് മാറും ചെയ്യും. അപ്പോൾ അതാ ഇത് നല്ലപോലെ റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇത്ര മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഉപ്മാവ് തയ്യാറാക്കാനായിട്ട് ഒരു പാന് സ്റ്റൗവിൽ വെച്ച് നല്ലപോലെ ചൂടായതിൻ്റെ ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇനി എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാൻ ഒരു വറ്റൽമുളകാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല എരിവുള്ളതാണ്, അതുകൊണ്ടാണ് 1 ഇട്ട് കൊടുക്കുന്നത്. അതൊന്ന് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ അതോടൊപ്പം തന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഇളക്കിയതിൻ്റെ ശേഷം ഇതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും മുറിച്ചതാണ്. അപ്പോൾ 2 പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചെറുതായി മുറിച്ചെടുത്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി അത് എണ്ണയിൽ കടന്നിട്ട് ഒരു മിനിറ്റോളം ജസ്റ്റ് ഒന്ന് വാട്ടി കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലൊക്കെ വരും. ആ ടൈമിൽ നമുക്കിതിലേക്ക് സവാള ചേർത്ത് കൊടുക്കാം. സവാള കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കരുത്. വലിയ സവാള ആണെങ്കിൽ അതിൻ്റെ ഒരു പകുതി ചേർത്ത് കൊടുക്കുക, ചെറുതാണെങ്കിൽ 1 ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ക്യാരറ്റാണ്. അപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് ചെറുതായി മുറിച്ചെടുത്തിട്ടുള്ളതാണ്. അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ ഇത് ഒഴിവാക്കാവുന്നതാണ്. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ വഴറ്റിയെടുക്കണം. ക്യാരറ്റിൻ്റെ പച്ചച്ചൊവയൊക്കെ മാറണം. അതുപോലെ തന്നെ സവാള കുറച്ചൊന്ന് വാടി കിട്ടണം. നല്ല ബ്രൗൺ കളറായി കിട്ടണ്ട, ഒരു 1/4 ഭാഗം വാടി കിട്ടിയാൽ മതി. സവാള നല്ലപോലെ കളർ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഉപ്പുമാവിനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു കളറ് കിട്ടൂല. അപ്പോൾ അത് നല്ലപോലെ വാടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള റവ ഇല്ലേ, അതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ നേരത്തെ റവ വറുത്ത് വെച്ചതാണ്. എന്നാലും നമ്മൾ ഈ സവാളയിൽ ഇട്ടിട്ട് ആ ഒരു എണ്ണയിലിട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി നിങ്ങൾക്ക് വെളിച്ചെണ്ണക്ക് പകരം നെയ്യാണ് ചേർക്കണമെങ്കിൽ അങ്ങനെ ചേർത്ത് കൊടുക്കുക. നെയ്യിൻ്റെ ടേസ്റ്റൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് നെയ്യും ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് 1 മിനിറ്റോളം നമ്മൾ ഇതുപോലെ ഇളക്കി കൊടുക്കണം. ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ നമ്മുടെ ഉപ്പുമാവ് നല്ല സോഫ്റ്റായി കിട്ടും. അപ്പോൾ അതാ 1 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ ഒരു 2.5 കപ്പ് വെള്ളം എന്ന് വെച്ചാൽ നല്ല തിളച്ച വെള്ളമാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. തിളച്ച വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ഇത് തിളച്ച് കിട്ടും. വെള്ളം ഒഴിച്ചതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. കട്ടകളൊന്നും ഇല്ലാതെ പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം. ഈ ഒരു ഉപ്പുമാവിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ വെള്ളം തിളപ്പിച്ചപ്പോൾ അതിൽ തന്നെ ചേർത്ത് കൊടുത്തിരുന്നു. ഇനി ഇതെല്ലാം കൂടി ഒന്ന് കൂട്ടി വെക്കുക. അങ്ങനെ ഒന്ന് പൊത്തി വെച്ചതിന് ശേഷം ഒരു 2 മിനിറ്റോളം അടച്ച് വെക്കുക ലോ ഫ്ലെയിമിൽ. അപ്പോൾ അടച്ച് വെച്ചിട്ട് ഇങ്ങനെ കുക്ക് ചെയ്തെടുക്കുമ്പോൾ റവ നല്ലപോലെ കുക്കായി കിട്ടും. അപ്പോൾ അതാ 2 മിനിറ്റ് നേരം കഴിഞ്ഞ് നമ്മൾ തുറന്ന് നോക്കിയപ്പോൾ റവയൊക്കെ നല്ലപോലെ കുക്കായിട്ടുണ്ട്. ഇനി ഈ തവി വെച്ചിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കുക. കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മുടെ ഉപ്പുമാവ് നല്ല കട്ട പിടിച്ചിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി ഇത് തവി വെച്ചിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് കട്ടകളൊക്കെ ഇങ്ങനെ ഉടച്ചെടുക്കണം. നമ്മൾ ഫ്ലെയിം ഓഫാക്കിയതിൻ്റെ ശേഷം ഇത് തണുക്കുന്നതിനനുസരിച്ച് നമ്മളിങ്ങനെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഉപ്പുമാവ് നല്ല തണുത്ത് വരുമ്പോഴത്തേനും ഇത് കട്ടകളൊക്കെ ഉടഞ്ഞ് നല്ല സെറ്റായി കിട്ടും. അപ്പോൾ ഞാൻ ക്യാരറ്റ് ചേർത്ത് കൊടുത്ത പോലെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ വെജിറ്റബിൾസൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെയൊക്കെ ചേർത്ത് കഴിക്കുമ്പോൾ ഒന്നും കൂടി ഹെൽത്തി ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഉപ്പുമാവിടെ സെറ്റായി വന്നിട്ടുണ്ട്. കട്ടകളൊക്കെ നല്ല പോലെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഉപ്മാവ് നിങ്ങൾ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഒന്ന് തയ്യാറാക്കി നോക്കുക. നല്ല സോഫ്റ്റും അതുപോലെ തന്നെ ഫ്ലഫി ആയിട്ട് കിട്ടും നമ്മുടെ ഉപ്മാവ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക.